ഹായ് ഓൾ, വെൽക്കം ടു കാറക്സ്. ഞാൻ നിങ്ങളുടെ സ്വന്തം ദീപക്. നമ്മളിന്ന് കൊണ്ടുവന്നിരിക്കുന്നത് ക്രെറ്റ ഇലക്ട്രിക് ആണ്. ഏറ്റവും പുതിയ മോഡലാണ്. അപ്പം നമുക്കിതിൻ്റെ ഒരു ഓൾറെഡി നമ്മുടെ ചാനലിൽ നമ്മൾ ഒരു വാക്ക് അറൗണ്ട് വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്, വെഹിക്കിൾ വന്ന് ലോഞ്ച് ആയ സമയത്ത് തന്നെ. അപ്പം അത് കണ്ടിട്ടില്ലാത്തവർക്ക് ആ വീഡിയോ ഞാൻ ഐ ബട്ടണിൽ കൊടുത്തേക്കാം. ഇന്നിപ്പം നമ്മൾ ഡ്രൈവ് വീഡിയോ കൂടെ ആയിട്ടാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത്. ആദ്യമേ ഡിസൈനിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കൊരു ഐസ് വെർഷൻ കറക്റ്റായിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കിനും പ്രധാന മാറ്റം വന്നിരിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഗ്രില്ല്, ഈ ഒരു ബമ്പറിൻ്റെ ഭാഗത്തൊക്കെ ആയിട്ടാണ് ഒരു പെട്ടെന്ന് നമുക്ക് ഈ ഒരു ഇലക്ട്രിക് വെർഷനിലേക്ക് നോക്കുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യുന്നത്. ഈ ഒരു ഭാഗം എല്ലാം ക്ലോസ്ഡ് ആയിട്ടുള്ള രീതിയിലാണ് വന്നിരിക്കുന്നത്. നമുക്ക് ക്യാമറ അടുത്തേക്ക് കൊണ്ടുവന്നാൽ കാണാൻ പറ്റും. ഇവിടെ ഒരു പിക്സലേറ്റഡ് ആയിട്ടുള്ള രീതിയിൽ ആണ് ഈ ഒരു ഭാഗം കൊടുത്തേക്കുന്നത്. ഒരു ഫുൾ പിയാനോ ബ്ലാക്ക് ഫിനിഷിലാണ് കൊടുത്തേക്കുന്നത്. ഒരു കണക്റ്റഡ് ആയിട്ടുള്ള രീതിയിലുള്ള DRLസും കാര്യങ്ങളൊക്കെ വെഹിക്കിളിൽ കൊടുത്തിട്ടുണ്ട്. സീക്വൻഷ്യൽ ടേൺ ഇൻഡിക്കേറ്റേഴ്സ് കൊടുത്തിട്ടുണ്ട്. പിന്നെ സെൻറ്ററിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ആ ഒരു പിക്സലേറ്റഡ് ആയിട്ടുള്ള രീതിയിലുള്ള ആ ഒരു ഗ്രില്ല് കാണാൻ പറ്റും. ക്ലോസ്ഡ് ആയിട്ടുള്ള രീതിയിലാണ് കൊടുത്തേക്കുന്നത്. നല്ല അട്രാക്റ്റീവ് ആയിട്ടുണ്ട്. ആ ഒരു പിയാനോ ബ്ലാക്ക് ഫിനിഷിലാണ് അത് ആ ഭാഗം കൊടുത്തേക്കുന്നത്. സെൻട്രലായിട്ട് നമുക്ക് ആ ഹുണ്ടായുടെ ഒരു ലോഗോ പ്ലേസ് ചെയ്തേക്കുന്നത് കാണാം, നല്ല വലുപ്പത്തിലായിട്ട്. ഒരു കോട്ട് ബീം, ഹെഡ് ലാംപ്സ്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അതേപോലെ തന്നെ റിട്ടേൺ ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒരു എയർ കട്ടൻസ് കൊടുത്തേക്കുന്നത് കാണാം. ഫ്രണ്ടിലും സെൻസേഴ്സും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. 360 ഡിഗ്രി ക്യാമറ ഫ്രണ്ടിൽ കൊടുത്തേക്കുന്നത് കാണാം. താഴേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ എയർ ഫ്ലാപ്സ്, ആക്റ്റീവ് എയർ ഫ്ലാപ്സ് ആണ് നമുക്ക് ഇതിപ്പോൾ കൊടുത്തേക്കുന്നത്. ഇതിപ്പോൾ നമുക്ക് വെഹിക്കിൾ ഇപ്പോൾ ഓൺ ആയതുകൊണ്ടാണ് ഇത് ഓപ്പൺ ആയിട്ടിരിക്കുന്നത്. വെഹിക്കിൾ ഓഫ് ആകുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി അത് ക്ലോസ്ഡ് ആകുന്ന രീതിയിലാണ് അതിൻ്റെ ഒരു ആക്റ്റീവ് ഫ്ലാപ്സ് കൊടുത്തേക്കുന്നത്. സെൻറ്ററിൽ നമ്മൾ ഈ കാണുന്നത് ആ ഒരു ലെവൽ 2 ADAS ഫീച്ചർ വരുന്നത്, അതിൻ്റെ ഒരു സെൻസർ യൂണിറ്റും കാര്യങ്ങളാണ് കൊടുത്തേക്കുന്നത്. ഇവിടെ നമുക്ക് ആ ഒരു പിക്സലേറ്റഡ് ആയിട്ടുള്ള ആ ഒരു ഡിസൈൻ എലമെൻറ്റ് പോയിരിക്കുന്നത് കാണാം. ഇതിലേക്കൊക്കെ നോക്കി കഴിഞ്ഞാൽ ഈ ഭാഗത്തൊരു സിൽവർ മാറ്റ് ഫിനിഷ് കൊടുത്തേക്കുന്നത് കാണാം. ഇത്രയാണ് നമുക്ക് ആ ഫ്രണ്ട് ഡിസൈനിൽ പറയാനുള്ള. ഇവിടെ ആ ഒരു ലെവൽ 2 ADAS ഫീച്ചറിൻ്റെ വരുന്നതാണ് ആ ഒരു ക്യാമറ. ഇനിയിപ്പം നമുക്ക് ഫ്രണ്ടിൽ നമുക്കൊരു സ്റ്റോറേജ് ഏരിയ വരുന്നുണ്ട്. അത് ഞാൻ ജസ്റ്റ് നിങ്ങളെ ഒന്ന് കാണിക്കാം. നമുക്കിവിടെ ഹോൾഡ് ചെയ്തിട്ട് ഇവിടെയാണ് നമുക്ക് ഓൾമോസ്റ്റ് ഒരു 21 ലിറ്റേഴ്സാണ് ഈ ഒരു സ്പേസ് കിട്ടുന്നത്. 10 kg വെയ്റ്റും നമുക്കിതിൽ കപ്പാസിറ്റി ഉണ്ട്. അതൊരു ഇലക്ട്രിക് വെഹിക്കിൾസിനൊക്കെ നമുക്ക് ഈ ഒരു ഫ്രങ്ക് എന്ന് പറയും. ഇതിന് നമുക്ക് അത്യാവശ്യം നമുക്ക് സാധനങ്ങളൊക്കെ, പിന്നെ ഏറ്റവും വലിയൊരു പ്രത്യേകത നമുക്ക് വല്ല ഫിഷോ ചിക്കനോ ഒക്കെ വാങ്ങിച്ചിട്ട് നമുക്കിവിടെ വെക്കാം. വണ്ടിക്കകത്ത് ക്യാബിനിൽ സ്മെല്ലും വരില്ല. അതൊരു വലിയൊരു ഗുഡി ഫീച്ചറായിട്ട് എനിക്ക് ഈ ഒരു ഇലക്ട്രിക് വെഹിക്കിൾസിലൊക്കെ ഈ ഒരു ഫ്രങ്ക് സ്പേസ് വരുമ്പോൾ ഞാൻ അങ്ങനെ ചിന്തിക്കാറുണ്ട്. നിങ്ങൾക്കത് റിലേറ്റ് ചെയ്യാൻ പറ്റിയെന്ന് തോന്നുന്നുണ്ടെങ്കിൽ കമൻ്റായിട്ട് ഇടുക. ഓക്കെ, അപ്പോൾ ഇനിയിപ്പോൾ സൈഡ് ഡിസൈനിലേക്ക് വന്നു കഴിഞ്ഞാൽ പ്രധാന മാറ്റം വന്നിരിക്കുന്നത് നമുക്ക് ഈ ഒരു അലോയുടെ ഡിസൈനിലാണ്. ഇത് എയറോ ടൈപ്പ് അലോയ് വീൽസാണ് കൊടുത്തേക്കുന്നത്. നമുക്ക് ഇലക്ട്രിക് വെഹിക്കിൾസിലൊക്കെ പൊതുവേ കാണുന്ന ഒരു പാറ്റേൺ തന്നെയാണ്. അത് നല്ല ഭംഗിയുണ്ട്. ആ ഒരു കളർ കോമ്പിനേഷൻ കൊടുത്തേക്കുന്ന ഒരു ബ്ലാക്കും സിൽവർ ഫിനിഷിലുമാണ് കൊടുക്കുന്നത്. 17 ഇഞ്ചാണ്, 215/16 R17 ആണ് ടയർ സൈസ് വരുന്നത്. ഫ്രണ്ടിലും ബാക്കിലും ഒക്കെ ഡിസ്ക് ബ്രേക്സ് തന്നെയാണ് കൊടുത്തേക്കുന്നത്. വെഹിക്കിളിൻ്റെ ലെങ്തിനും കാര്യങ്ങളിലും ഒന്നും മാറ്റമൊന്നുമില്ല. 2610 mm വീൽ ബേസ് വരുന്ന ഒരു വെഹിക്കിളാണ് നമുക്ക് ക്രെറ്റ. പിന്നെ അതിൻ്റെ ഇവിടെ നമുക്ക് ടേൺ ഇൻഡിക്കേറ്റേഴ്സ് കൊടുത്തേക്കുന്ന കാണാം. 360 ഡിഗ്രിയുടെ ക്യാമറ ഇവിടെ കൊടുത്തിട്ടുണ്ട്. സൈഡിലേക്ക് വരുമ്പോഴത്തേക്കിനും നമുക്ക് ആ റൂഫ് റെയിലൊക്കെ ആ ഒരു സിൽവർ ഫിനിഷിലാണ് കൊടുത്തേക്കുന്നത്. അതിലൊന്നും മാറ്റം സംഭവിച്ചിട്ടില്ല. ഇനിയിപ്പോൾ ബാക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ ബാക്കിൽ നമുക്ക് ആ ഒരു കണക്റ്റഡ് രീതിയിലുള്ള ആ ഒരു ടെയിൽ ലാമ്പ് യൂണിറ്റാണ് കൊടുത്തേക്കുന്നത്. നമ്മൾ ഐസ് വെർഷനിൽ കണ്ട പോലെ തന്നെ ഇവിടെ നമുക്ക് ആ ഒരു മാറ്റങ്ങൾ സംഭവിച്ചേക്കുന്ന ഈ ഒരു ബമ്പറിലാണ്. ഇവിടെ നമുക്ക് ആ ഒരു പിക്സലേറ്റഡ് ആയിട്ടുള്ള രീതിയിലുള്ള ഡിസൈൻ കൊടുത്തേക്കുന്നത് കാണാം. ഇവിടെ നമുക്ക് ആ റിവേഴ്സ് ലാമ്പ് 2 സൈഡിലായിട്ട് കൊടുത്തിട്ടുണ്ട്. ഹുണ്ടായുടെ ആ ഒരു ലോഗോ നമുക്ക് ഇതിനകത്ത് കൊടുത്തേക്കുന്നത് കാണാം. റൈറ്റ് സൈഡിൽ ഇലക്ട്രിക് എന്നുള്ള ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് ക്രെറ്റ എന്നുള്ള ബാഡ്ജിങ് ആണ്. പിന്നെ ആ ഒരു സ്പോയിലർ ഡിസൈൻ അതൊന്നും ഞാൻ എടുത്തു പറയാത്ത അതേ നമുക്ക് ആ ഒരു ഐസ് വെർഷനിൽ കാണുന്ന അതേ രീതി തന്നെയാണ്. ഷാർക്ക് ഫിൻ ആൻറ്റിന, ഡിഫോർഗർ, റിയർ വൈപ്പർ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ബൂട്ട് സ്പേസ് കൂടെ ഒന്ന് ചെക്ക് ചെയ്യാം. 466 ലിറ്ററാണ് ബൂട്ട് സ്പേസ് വരുന്നത്. നമുക്കിത് കണ്ട് ഇതിപ്പം ഈ ഒരു ബോക്സിനകത്തിൻ്റെ ചാർജറും കാര്യങ്ങളൊക്കെയാണ് കൊടുത്തേക്കുന്നത്. ഇവിടെ ലൈറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ മുകളിൽ പാർസൽ ട്രേ കൊടുത്തിട്ടുണ്ട്. ഇവിടെ 2 സൈഡിലും ചെറിയ സ്റ്റോറേജ് ഏരിയ കൊടുത്തിട്ടുണ്ട്.
പിന്നെ നമ്മൾ ഇന്നിപ്പോൾ കൊണ്ടുവന്നിരിക്കുന്നത് ടോപ്പ് ആൻഡ് വേരിയൻറ്റ് വെഹിക്കിളാണ്. എക്സലൻസ് എന്ന് പറയുന്ന എക്സലൻസും സ്മാർട്ട് ഓപ്ഷൻ ഈ രണ്ട് വേരിയൻറ്റിലാണ് നമുക്ക് ലോങ് റേഞ്ച് വരുന്നത്. 51 kWh ബാറ്ററിയാണ് വെഹിക്കിളിൽ വരുന്നത്. പിന്നെ അതിന് തൊട്ട് താഴെ വരുന്ന ഒരു വേരിയൻ്റ് ഉണ്ട്, നമുക്ക് 41 kWh ബാറ്ററി വരുന്നുണ്ട്. അതിൽ വന്നിട്ട് നമുക്ക് എക്സിക്യൂട്ടീവ്, സ്മാർട്ട് ഓപ്ഷൻ, പ്രീമിയം, ഇങ്ങനെ 4 വേരിയൻ്റാണ് ആ ഒരു 41 kWh ബാറ്ററി നമുക്ക് ബാറ്ററി പാക്കിൽ കിട്ടുന്നത്. റേഞ്ചും കാര്യങ്ങളൊക്കെ നമുക്ക് ഡ്രൈവിലേക്ക് വരുമ്പോഴത്തേക്കിനും പറയാം. ഇനിയിപ്പോൾ നമുക്ക് നേരെ ഇൻ്റർവ്യൂ വീഡിയോയിലേക്ക് പോകാം. യെസ്, അപ്പം നമ്മുടെ ക്രെറ്റ ഇലക്ട്രിക്കിൻ്റെ ഇൻറ്റീരിയറിലേക്ക് വന്നു കഴിഞ്ഞാൽ പ്രധാന മാറ്റങ്ങൾ സംഭവിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു സെൻട്രൽ കൺസോളിലാണ്, അത് ഐസ് വെർഷനുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യുന്നത്. ആദ്യമേ തന്നെ നമ്മുടെ ഈ ഒരു 10.25 ഇഞ്ചിൻ്റെ 2 സ്ക്രീനുകൾ തന്നെ വളരെ അട്രാക്റ്റീവായിട്ട് നിൽക്കുന്നത്. കർവ് എന്ന് പറയുന്ന ഒരു രീതിയിലാണ്, കാരണം ഇതൊരു ഡ്രൈവർ സെൻട്രിക് ആയിട്ടാണ് കുറച്ച് ഇരിക്കുന്ന ഒരു കർവ്ഡ് ആയിട്ടുള്ള രീതിയിലാണ് ആ ഒരു ഡിസ്പ്ലേ കൊടുത്തേക്കുന്നത് ഫുള്ള്. നമുക്ക് അതിനകത്ത് ഒരു പ്രധാന ഇപ്പോൾ ഒരു ഫീച്ചറായിട്ട് വന്നേക്കുന്ന ഈ ഇൻകാർ പേയ്മെൻറ്റ് എന്ന് പറയുന്ന ഒരു മോഡ് നമുക്കിതിൽ വന്നിട്ടുണ്ട്. അത് നമുക്കുള്ള ഒരു ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ വാലറ്റ് ഒന്നും നമ്മുടെ കയ്യിലില്ലെങ്കിൽ നമുക്ക് ഈ ഒരു ആപ്പ് ത്രൂ നമുക്ക് പേയ്മെൻ്റ് ഒക്കെ ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. കാരണം നമ്മളിപ്പോൾ ഒരു ഇലക്ട്രിക് വെഹിക്കിൾ ആയതുകൊണ്ട് പുറത്തൊക്കെ പോകുമ്പോൾ നമ്മൾ ചാർജ് ചെയ്യുന്നതൊക്കെ പുറത്തെ ചാർജർ ത്രൂ ആയിരിക്കുമല്ലോ, അപ്പോൾ അതിൻ്റെ പേയ്മെൻറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് ഇതുവഴി നമുക്ക് ചെയ്യാൻ പറ്റും. അതൊരു നല്ലൊരു ഗുഡി ഫീച്ചറായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. അപ്പോൾ അതുകൊണ്ടാണ് ഞാനത് എടുത്ത് പറഞ്ഞത്. ബാക്കിയെല്ലാം ആസ് യൂഷ്വൽ നമ്മൾ ക്രെറ്റയിൽ കാണുന്ന എല്ലാ ഫീച്ചേഴ്സും തന്നെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഡയലൈൻ മോഡ് അങ്ങനെയുള്ള എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ട്. ബോസിൻ്റെ സൗണ്ട് സിസ്റ്റമാണ് വെഹിക്കിളിൽ വരുന്നത്. 8 സ്പീക്കേഴ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ താഴോട്ട് വന്നു കഴിഞ്ഞാൽ ആ ഒരു ഡ്യുവൽ സോൺ ക്ലൈമട്രോണിക് AC ആണ് വെഹിക്കിളിൽ വരുന്നത്. അതിൻ്റെ ഒരു സ്വിച്ചസും കാര്യങ്ങളുമാണ് താഴെ കൊടുത്തേക്കുന്നത്. താഴോട്ട് വന്നു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞ ആ ഒരു മാറ്റങ്ങൾ ഇവിടെയൊക്കെയാണ് സംഭവിക്കുന്നത്. ഇവിടെ നമുക്ക് ഒരു നല്ലൊരു വലിപ്പത്തിലായിട്ടാണ് ഇവിടെ നമുക്ക് ആ ഒരു മൊബൈൽ ചാർജിങ് പോർട്ടിൻ്റെ ഭാഗം കൊടുത്തേക്കുന്നത്. ഇവിടെ ഒരു Type-C പോർട്ട് കൊടുത്തേക്കുന്നതാണ്. 12 വോൾട്ട് കൊടുത്തിട്ടുണ്ട്. Type-A പോർട്ട് കൊടുത്തിട്ടുണ്ട്, USB. പിന്നെ താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെയും നമുക്കൊരു സ്റ്റോറേജ് ഏരിയ കൊടുത്തേക്കുന്നത് കാണാം. അവിടെയൊക്കെ ആംബിയൻ ലൈറ്റിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഒരു ബ്ലൂ ലൈറ്റിങ് കാണുന്നത്. അതും അത്യാവശ്യം നമുക്ക് നല്ലൊരു സ്റ്റോറേജ് ഏരിയ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ ഈ ഒരു കൺസോളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഡ്രൈവ് മോഡ്സ് ഉണ്ട്, എക്കോ, സ്പോർട്ട്, നോർമൽ, ഇങ്ങനെ 3 ഡ്രൈവ് മോഡുകൾ നമുക്ക് വരുന്നുണ്ട്. പാർക്ക് ബ്രേക്ക് നമുക്ക് ഇലക്ട്രിക്കാണ് വരുന്നത്. ഓട്ടോ ഹോൾഡ്, ഇത് നമുക്ക് 360 ഡിഗ്രി ക്യാമറയുടെ ഒരു വ്യൂ ആണ്. ഇതേ ഡിസ്പ്ലേ നോക്കി കഴിഞ്ഞാൽ അത്യാവശ്യം നല്ലൊരു ക്ലാരിറ്റിയൊക്കെ നമുക്ക് അതിൽ കിട്ടുന്നുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഈ 2 സീറ്റും നമുക്ക് വെന്റിലേറ്ററാണ്. അതിൻ്റെ 2 സ്വിച്ചസാണ് കൊടുത്തേക്കുന്നത്. 2 കപ്പ് ഹോൾഡേഴ്സ് കൊടുത്തേക്കുന്നത് കാണാം. കീ വന്നേക്കുന്നത് നമുക്ക് ആസ് യൂഷ്വൽ നമ്മൾ ഹുണ്ടായിൽ കാണുന്ന അതേ ടൈപ്പ് കീ തന്നെയാണ് കൊടുത്തേക്കുന്നത്. ഇവിടെ നമുക്ക് ആംറെസ്റ്റിൽ നല്ലൊരു സ്റ്റോറേജ് ഏരിയ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് ആ ഒരു കൂളിംഗ് ഫങ്ഷനോട് രീതിയിലുള്ളതാണ് കൊടുത്തേക്കുന്നത്. അതിൻ്റെയാണ് ആ ഒരു നോബ് കാണുന്നത്. ഇവിടെ അത്യാവശ്യം നല്ല ഒരു വലുപ്പത്തിൽ തന്നെയുള്ള ഒരു ആംറെസ്റ്റ് ആണെന്നുള്ള എടുത്ത് പറയേണ്ടതുണ്ട്. പിന്നെ നമുക്ക് ഈ ഒരു സീറ്റിന് പ്രത്യേകതകളുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇലക്ട്രിക് വെഹിക്കിൾ എന്ന് പറഞ്ഞാൽ നമുക്ക് പൊതുവേ എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള രീതിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു സീറ്റ് അതിൻ്റെ ഒരു ഡിസൈനും അല്ലെങ്കിൽ അതിൻ്റെ ഒരു മെറ്റീരിയലൊക്കെ യൂസ് ചെയ്യുന്ന പെറ്റ് ബോട്ടിൽസും പിന്നെ നമ്മുടെ കോണിൻ്റെ എക്സ്ട്രാക്റ്റും ഒക്കെ യൂസ് ചെയ്തിട്ടാണ് ഇതിൻ്റെ ഒരു മെറ്റീരിയൽ ഡിസൈൻ ചെയ്തേക്കുന്നത് അല്ലെങ്കിൽ ആ ഒരു ക്രാഫ്റ്റ് ചെയ്തേക്കുന്നത്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ വെന്റിലേറ്റഡ് സീറ്റ്സ് ആണ് വരുന്നത്. നല്ല ഭംഗിയുണ്ട് ആ ഒരു ബീജ് അല്ലെങ്കിൽ ഒരു വൈറ്റും ഒരു ആഷ് കളറിലാണ് കൊടുത്തേക്കുന്നത്. നല്ല ഭംഗിയുണ്ട് ഇത് കാണാനായിട്ട്. പിന്നെ അതിൻ്റെ ഡിസൈനും അല്ലെങ്കിൽ അതിൻ്റെ ഒരു ബോൾസ്റ്റേഴ്സും ഒക്കെ ആണെങ്കിൽ നമ്മൾ ക്രെറ്റയിൽ കാണുന്നത് അതേ രീതിയിൽ തന്നെയാണ്. വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള രീതിയിൽ തന്നെയാണ്. പിന്നെ ഡാഷിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു നേവി കളറും പിന്നെ ഇവിടെ ഒരു ബീജ് അല്ലെങ്കിൽ ആ ഒരു ഓഫ് വൈറ്റ് ഫിനിഷിലാണ് കൊടുത്തേക്കുന്നത്. സെൻട്രലായിട്ട് നമുക്ക് ഇവിടെ ഒരു പിയാനോ ബ്ലാക്ക് ഫിനിഷ് കൊടുത്തേക്കുന്നതാണ്. അതിൻ്റെ സെൻട്രലായിട്ട് അതിൻ്റെ ഒരു നടുക്കായിട്ട് ഈ ഒരു ലൈനിങ് പോലെ നമുക്കൊരു മാറ്റ് സിൽവർ ഫിനിഷ് കൊടുത്തേക്കുന്നതാണ്. ഒരു AC വെന്റിലേക്ക് എക്സ്റ്റെൻഡ് ആയി നിൽക്കുന്നുണ്ട്. ഇവിടെ എല്ലാം ആംബിയൻ ലൈറ്റ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ ഇനിയിപ്പം ഒരു വലിയ മാറ്റം സംഭവിച്ചിരിക്കുന്നത് സ്റ്റിയറിങ്ങിലാണ്. സ്റ്റിയറിങ്ങിൽ നമുക്ക് ഈ ഒരു ഡീ കട്ട് പോലുള്ള രീതിയിലാണ് ഈ ഒരു ഭാഗം വന്നേക്കുന്നത്. ഇവിടെ 2 കട്ടിങ് പോലെ വന്നിട്ടാണ് കൊടുത്തേക്കുന്നത്. ഇത് മോഴ്സ് കോഡിൽ H, അതായത് ഹുണ്ടായുടെ ഒരു H എന്നുള്ള ഒരു ലെറ്ററിങ് ആണ് ഇത് കൊടുത്തേക്കുന്നത്. റൈറ്റ് സൈഡിൽ നമുക്ക് ഓഡിയോ കൺട്രോൾസും പിന്നെ നമ്മുടെ ഈ ഒരു ക്ലസ്റ്ററിൻ്റെ കൺട്രോൾസും ഒക്കെയാണ് കൊടുക്കുന്നത്. ഇവിടെ ലെഫ്റ്റ് സൈഡിലാണ് ക്രൂസ് കൺട്രോൾ കൊടുത്തേക്കുന്നത്. അഡാസ് ഫീച്ചേഴ്സിൻ്റെ സ്വിച്ചസും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് ടയർ പ്രഷർ മോണിറ്ററിംഗ് സിസ്റ്റം അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. ഇത് ഇവിടെ നമുക്ക് കാണാൻ പറ്റും, കണ്ടില്ലേ? അങ്ങനെയുള്ള എല്ലാ ഫീച്ചേഴ്സും നമുക്കിതിൽ വരുന്നുണ്ട്. പിന്നെ നമുക്കിത് ബ്ലൈൻഡ് സ്പോട്ട് മോണിറ്ററിങ് അതൊക്കെ വരുന്നുണ്ട്.
അതൊക്കെ ക്രെറ്റയിലുള്ള ഫീച്ചേഴ്സൊക്കെ തന്നെയാണ്. അത് ഞാൻ പിന്നെ എടുത്ത് പറയാത്ത, ജസ്റ്റ് ഒന്ന് ഓടിച്ച് പറഞ്ഞങ്ങ് പോകുന്നതേ ഉള്ളൂ. പിന്നെ നമുക്ക് മെമ്മറി സീറ്റ്സ് വരുന്നുണ്ട്. 2 മെമ്മറിയിൽ നമുക്ക് സീറ്റ് രണ്ടും നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. പുഷ് സ്റ്റാർട്ട് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ ഇവിടെ നമുക്ക് ക്യാമറ ഈ സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ കാണാൻ പറ്റും. ഡ്രൈവ് സെലക്ടർ ഈ രീതിയിലാണ് വരുന്നത്. നമുക്ക് ഡ്രൈവ്, ന്യൂട്രൽ, റിവേഴ്സ്, പാർക്കിംഗ്, ഇങ്ങനെ 3 ഓപ്ഷൻ നമുക്ക് കൊടുത്തിട്ടുണ്ട്. പാർക്ക് നമുക്ക് ഇവിടെ ഒരു സ്വിച്ചാണ്, ഈ ഒരു രീതിയിലാണ് കൊടുത്തേക്കുന്നത്. ഡ്രൈവ് ബൈ വയർ ടെക്നോളജിയാണ് യൂസ് ചെയ്തേക്കുന്നത്. ഇതേ രീതിയിൽ തന്നെയാണ് നമ്മുടെ അയോണിക്കിലും കൊടുത്തേക്കുന്നത്. ഒരു ഡ്രൈവ് വയർ ടെക്നോളജിയാണ്, അതേ രീതിയാണ് നമുക്ക് ഇതിലും കാണാവുന്നത്. അത് വളരെ ഭംഗിയായിട്ടുണ്ട്, നല്ല രസമുണ്ട് അത് കാണാനായിട്ട്. ക്ലൗ ബോക്സിലേക്കൊക്കെ വന്നു കഴിഞ്ഞാൽ അതിലൊന്നും മാറ്റങ്ങളില്ല. ഇവിടെ ഒരു ഗോൾഡ് ഒരു ക്ലൗ ബോക്സ് ആണ് കൊടുത്തേക്കുന്നത്. ബോട്ടിൽ ഹോൾഡേഴ്സും കാര്യങ്ങളൊക്കെ അതേപോലെ തന്നെ റിട്ടേൺ ചെയ്തിട്ടുണ്ട്. ബോസിൻ്റെ ഒരു സൗണ്ട് സിസ്റ്റം ആണെന്ന് ഞാൻ പറഞ്ഞത്. അതിൻ്റെ ഒരു ബാഡ്ജിങ് ഒക്കെ അവിടെ കാണാൻ പറ്റും. ഡോറിലേക്ക് വന്നു കഴിഞ്ഞാൽ മൊത്തത്തിലുള്ള ഒരു തീം കൊടുത്തേക്കുന്നത് നമ്മുടെ ആ ഒരു ഡാഷിനോട് ചേരുന്ന രീതിയിൽ തന്നെയാണ് കൊടുത്തേക്കുന്നത്. ആ ഒരു ഡ്യുവൽ ടോൺ ഫിനിഷിൽ തന്നെയാണ് കൊടുത്തേക്കുന്നത്. പിന്നെ പനോരമിക് സൺറൂഫും കാര്യങ്ങളൊക്കെ വെഹിക്കിളിൽ വരുന്നുണ്ട്. ഇവിടെ നമുക്ക് സൺഗ്ലാസ് ഹോൾഡർ കൊടുത്തിട്ടുണ്ട്. IRVM ആണ്, ഓട്ടോ IRVM ആണ് വരുന്നത്. റീഡിങ് ലൈറ്റ്സ് ഒക്കെ LED ആണ്. നല്ല വലിപ്പത്തിലുള്ള ഒരു മിറർ കാണാം. യെസ്, അപ്പോൾ അത്രയാണ് നമുക്ക് ഫ്രണ്ടിലെ വിശേഷങ്ങൾ. ഇനിയിപ്പോൾ നമുക്ക് ബാക്ക് സീറ്റിലേക്ക് പോകാം. ഇത് ഈ ഒരു സ്റ്റിയറിംഗ് നമുക്ക് ടിൽറ്റ് ആൻഡ് ടെലിസ്കോപ്പിക് ഫംഗ്ഷനിൽ വരുന്നതാണ്. ഈ പാഡൽ ഷിഫ്റ്റേഴ്സ് വരുന്നത് നമുക്ക് പാഡൽ ഷിഫ്റ്റേഴ്സ് ഈ ഇതിൻ്റെ ഇലക്ട്രിക്കിലേക്ക് വരുമ്പോഴത്തേക്കും നമ്മൾ അതിൽ റീജനറേഷൻ അഡ്ജസ്റ്റ് ചെയ്യുന്ന രീതിയിലേക്കാണ്. അതിൻ്റെയാണ് പ്ലസും മൈനസും നമ്മൾ അതിൻ്റെ ഈ ഒരു പ്ലസും മൈനസ് ആയിട്ടുള്ള രീതിയിലാണ് നമ്മൾ അതിൽ അഡ്ജസ്റ്റ് ചെയ്യുന്നത്. പാഡൽ ഷിഫ്റ്റേഴ്സ് ആ ഒരു രീതിയിലാണ് ഇലക്ട്രിക് വെഹിക്കിളിലേക്ക് വരുമ്പോൾ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുന്നത്. L1, L2, L3, L4 ഇങ്ങനെ 4 ലെവലായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ്. ഇനിയിപ്പോൾ നമുക്ക് ബാക്ക് സീറ്റിലേക്ക് പോകാം. ഓക്കെ, യെസ്. അപ്പം നമ്മുടെ ക്രെറ്റ ഇലക്ട്രിക്കിൻ്റെ റിയർ സീറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ വളരെ കംഫോർട്ടബിളും നല്ല രീതിയിൽ നമുക്ക് റിക്ലൈൻഡ് ആയിട്ട് ഇരിക്കാം എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു പ്രത്യേകത. ഇവിടെ നമുക്ക് വേണ്ട ഈ ഒരു ലിവറിൽ നമുക്ക് ഇതിപ്പോൾ ഞാൻ റിക്ലൈൻ ചെയ്തിട്ടേക്കുവാണ്. കണ്ടോ, ഇങ്ങനെ 2 പോയിന്റിലേക്ക് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് തരാം. നല്ല രീതിയിൽ നമുക്ക് അതുകൊണ്ട് തന്നെ വിശാലമായിട്ട് ഇങ്ങനെ ചാരി ഇരിക്കാൻ പറ്റുന്നുണ്ട്. അത് തന്നെയാണ് ഏറ്റവും വലിയൊരു കാര്യം. പിന്നെ അത്യാവശ്യം നല്ല ഒരു തൈ സപ്പോർട്ട് കിട്ടുന്നുണ്ട്. ലെഗ് റൂം, നീ റൂമും ഒക്കെ ആണെങ്കിലും വളരെ കംഫർട്ടബിളാണ്. ഇപ്പോൾ എൻ്റെ ഒരു സീറ്റിംഗ് പൊസിഷനിലാണ് കിടക്കുന്നത്. ഈ സീറ്റ് ശകലം ഫ്രണ്ടിലോട്ടാണെങ്കിലും ഈ സീറ്റ് നോക്കിയാൽ മനസ്സിലാവും കുറച്ച് ബാക്കിലോട്ടാണ് കിടക്കുന്നത്. എന്നിട്ട് പോലും നമുക്ക് ഇത്രയും ഒരു നീ റൂമും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. പിന്നെ ഇവിടെ നമുക്ക് ഒരു ഐപാഡൊക്കെ വെച്ച് വർക്ക് ചെയ്യേണ്ടവർക്ക് ഇവിടെ ഡെഡിക്കേറ്റഡ് ആയിട്ട് അവിടെ ഒരു കട്ടിങ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. 3.5 kg വരെയാണ് ഇത് സപ്പോർട്ട് ചെയ്യുന്നത്. ഇവിടെ നമുക്ക് കപ്പ് ഹോൾഡേഴ്സും കൊടുത്തിട്ടുണ്ട് റിട്രാക്റ്റബിൾ ആയിട്ടുള്ള രീതിയിൽ. ഇതിൽ ബാക്കിൽ നമുക്ക് ആസ് യൂഷ്വൽ അവിടെ സീറ്റ് പോക്കറ്റ്സും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. 2 AC വെൻസ് ഇവിടെ വരുന്നുണ്ട്. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഫ്ലോ കിട്ടുന്നുണ്ട്. 2 Type-C പോർട്ടുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. മൊബൈലൊക്കെ ഇവിടെ വെക്കാൻ പറ്റുന്ന രീതിയിലാണ്. ഫ്ലാറ്റ് ആയിട്ടുള്ളൊരു ഫ്ലോറാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് 3 പേർക്കൊക്കെ ഇരിക്കാനും ഒട്ടും ബുദ്ധിമുട്ട് വരില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. പിന്നെ ഈ ഒരു സീറ്റിൻ്റെ കാര്യം ഞാൻ നേരത്തെ ശരിക്കും കമ്പനി പറയുന്നത് നേവി കളർ എന്നാണ്. നമുക്ക് വീഡിയോയിൽ നിങ്ങൾക്ക് അത് എത്രത്തോളം മനസ്സിലാവുന്നുണ്ടെന്ന് അറിയാൻ പറ്റത്തില്ല. എനിക്കിത് ആഷും ചില ലൈറ്റ് കണ്ടീഷനിൽ നമുക്കിത് അവർ നേവി കളർ കിട്ടുന്നുമുണ്ട്. അത് നമുക്ക് എല്ലാ ഒരു ലൈറ്റ് കണ്ടീഷനിലും പറയാനും പറ്റത്തില്ല. അതുകൊണ്ടാണ് ഞാൻ ആഷ് അല്ലെങ്കിൽ നേവി കളർന്ന് പറയാൻ കാരണം. പിന്നെ ഐസോഫിക്സ് ആംഗ്രേജ് ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ആംറസ്റ്റ് ഡെഡിക്കേറ്റഡ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. 2 കപ്പ് ഹോൾഡേഴ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. 2 ഹെഡ് റെസ്റ്റ് വരുന്നുണ്ട്. അത് രണ്ടും അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള രീതിയിലാണ് കൊടുത്തേക്കുന്നത്. ഇപ്പോൾ വേണ്ട ഇവിടെ നമുക്ക് അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള രീതിയിൽ സൺ ബ്ലൈൻഡ്സ് വരുന്നുണ്ട്. ഇത്രയാണ് ബാക്ക് സീറ്റിലെ വിശേഷങ്ങൾ. ഡോർ പോക്കറ്റ്സിലൊക്കെ ആസ് യൂഷ്വൽ നമുക്ക് 1 ലിറ്റർ ബോട്ടിലൊക്കെ വെക്കാവുന്ന രീതിയിലുള്ള ഒരു ഡോർ പോക്കറ്റ്സ് ഒക്കെ കൊടുത്തേക്കുന്നത് കാണാം. ഇനിയിപ്പോൾ നമുക്ക് ഡ്രൈവ് വീഡിയോയിലേക്ക് പോകാം. ഓക്കെ, യെസ്. അപ്പം നമ്മുടെ ക്രെറ്റ ഇലക്ട്രിക്കിൻ്റെ ഡ്രൈവിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മളിന്നിപ്പോൾ കൊണ്ടുവന്നിരിക്കുന്ന വെഹിക്കിൾ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ എക്സലൻസ് എന്ന് പറയുന്ന ടോപ്പ് എൻഡ് വേരിയൻ്റ് ആണ്. ഇത് വന്നിട്ട് ലോങ് റേഞ്ച് ആണ്. നമുക്ക് 51 kWh ബാറ്ററി പാക്കാണ് ഈ ഒരു വെഹിക്കിൾ വരുന്നത്. ഇത് കൂടാതെ നമുക്ക് 42 kWh ബാറ്ററിയും വരുന്നുണ്ട്. നമ്മളിപ്പോൾ ഈ ഡ്രൈവ് ചെയ്യുന്ന വെഹിക്കിളിൻ്റെ ഒരു പവർ ഫിഗേഴ്സ് എന്ന് പറയുന്നത് 171 PS പവറും 255 Nm ടോർക്കുമാണ് വെഹിക്കിൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. 42 kWh ബാറ്ററിയിലേക്ക് വരുമ്പോഴത്തേക്കിന് 135 PS സെയിം 255 Nm ടോർക്കുമാണ് വെഹിക്കിൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. വെഹിക്കിളിൻ്റെ ഒരു പവറിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇലക്ട്രിക് വെഹിക്കിൾ ആയതുകൊണ്ട് തന്നെ നമുക്കൊക്കെ അറിയാം അതിലകത്ത് ഒട്ടും കോംപ്രമൈസ് ചെയ്തിട്ടില്ല എന്നുള്ളത്. പിന്നെ നമുക്ക് 3 ഡ്രൈവ് മോഡ്സ് വരുന്നുണ്ട്. നോർമൽ, എക്കോ, സ്പോർട്ട്.
സ്പോട്ടിലേക്കൊക്കെ ഇടുമ്പം അസാധ്യമായ ഒരു അഡ്രിനാലിൻ റഷ് നമുക്ക് കിട്ടുന്ന രീതിയിലാണ് വെഹിക്കിളിൻ്റെ ഒരു പെർഫോമൻസ്. സ്പോട്ടിൽ ഇടുമ്പോൾ തന്നെ നമ്മൾ ത്രോട്ടിൽ ചെയ്യാതെ തന്നെ വെഹിക്കിൾ ഇങ്ങനെ വലിച്ചെടുത്തുകൊണ്ട് പോകുന്ന ഒരു പെർഫോമൻസ് ആണ് വെഹിക്കിളിൽ നമുക്ക് കിട്ടുന്നത്. വേറൊരു വലിയൊരു കാര്യം ഞാൻ മനസ്സിലാക്കിയെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിന്നിപ്പോൾ ഈ ഒരു ടെസ്റ്റ് ഡ്രൈവ് ഒക്കെ ആയിട്ട് നമ്മൾ പലതവണ വണ്ടി നിർത്തിയും അല്ലെങ്കിൽ നമ്മളിപ്പോൾ വാക്ക് റൗണ്ട് ഒക്കെ എടുക്കുന്ന സമയത്താണെങ്കിലും സ്റ്റാർട്ട് ചെയ്തൊക്കെ ഇടും. ഇങ്ങനെയൊക്കെ ചെയ്തിട്ടും അല്ലെങ്കിൽ നമ്മൾ സ്പോർട്സ് മോഡിൽ യൂസ് ചെയ്യുന്നുണ്ട്, ഇങ്ങനെ പല രീതിയിലും നമ്മൾ വെഹിക്കിള് ഡ്രൈവ് ചെയ്യുന്നുണ്ട്. ഇങ്ങനെ എല്ലാം ചെയ്തിട്ടും ഈ ഒരു വെഹിക്കിളിൻ്റെ റേഞ്ച് വലിയ രീതിയിൽ ഡ്രോപ്പ് ആകുന്നില്ല എന്നുള്ളതാണ് വലിയൊരു പ്രത്യേകത. ഇപ്പം തന്നെ വെഹിക്കിളിൽ 461 കാണിക്കുന്നുണ്ട്. ഞാൻ എടുക്കുമ്പോൾ ഓൾമോസ്റ്റ് 470 ഓൾമോസ്റ്റ് ഫുൾ ചാർജിനടുത്തായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. 95 ആ റേഞ്ച് എന്തോ ഉണ്ടായിരുന്നു ചാർജ്. കറക്റ്റ് ഒരു കിലോമീറ്റർ ഞാൻ നോക്കിയായിരുന്നു, 470 ആ ഒരു റേഞ്ച് എന്തോ ആയിരുന്നു ഫുൾ ആ ഒരു കിലോമീറ്റർ കാണിച്ചത്, അല്ലെങ്കിൽ റേഞ്ച് കാണിച്ചത്. അപ്പോൾ ഇപ്പോൾ അത് നോക്കുമ്പം ഇത്രയൊക്കെ നമ്മൾ വീഡിയോ ഒക്കെ എടുക്കുന്ന സമയത്താണെങ്കിൽ പോലും റേഞ്ച് വലിയ രീതിയിൽ ഡ്രോപ്പ് ആകുന്നില്ല. അതൊരു വലിയൊരു കാര്യമായിട്ട് എനിക്ക് തോന്നി. അതുകൊണ്ടാണ് ഞാനത് എടുത്ത് വീഡിയോയിൽ പറഞ്ഞത്. പിന്നെ നമുക്ക് സസ്പെൻഷനിലേക്കൊക്കെ വന്നു കഴിഞ്ഞാൽ മക്ഫേർഡ്സൺ ആണ് ഫ്രണ്ടിൽ വരുന്നത്. ബാക്കിൽ ടോർഷൻ ബീം സെറ്റപ്പാണ്. അത്യാവശ്യം നല്ല റൈഡ് ഉണ്ടെന്നുള്ളത് എടുത്തു പറയണം. ബമ്പി റോഡ്സിലൂടെ ഒക്കെ നമ്മൾ റൈഡ് ചെയ്ത സമയത്താണെങ്കിലും നല്ല രീതിയിലൊരു കംഫോർട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. അതിലൊന്നും യാതൊരു കോംപ്രമൈസും നമുക്ക് നമ്മുടെ ഈ ഒരു വെഹിക്കിൾ ചെയ്തിട്ടില്ല എന്നുള്ള എടുത്തു പറയേണ്ടതുണ്ട്. അതുപോലെ തന്നെ ലെവൽ 2 അഡാസ് ഫീച്ചേഴ്സ്, സേഫ്റ്റിയുടെ കാര്യത്തിലൊന്നും ഒരു രീതിയിലും കോംപ്രമൈസ് ചെയ്തില്ല. ലെവൽ 2 അഡാസ് ഫീച്ചേഴ്സാണ് നമുക്ക് ഈ ഒരു വെഹിക്കിളിൽ വരുന്നത്. ABS, എയർ ബാഗ്, ഹിൽ ഹോൾഡ്, അങ്ങനെയുള്ള എല്ലാ ഫീച്ചേഴ്സും കമ്പനി വെഹിക്കിളിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേറൊരു കാര്യം പറയാനുള്ളത്, നമുക്ക് ഈ ഒരു വെഹിക്കിൾ ഒരു 10% to 80% ചാർജ് ആവാനായിട്ട് ഏകദേശം ഒരു 58 മിനിറ്റ് മതി എന്നുള്ളതാണ്. പിന്നെ ഈ വെഹിക്കിളിൻ്റെ റേഞ്ച് അത് 473 കിലോമീറ്ററാണ് വെഹിക്കിളിൻ്റെ ഈ ഒരു റേഞ്ച് എന്ന് പറയുന്നത്. ലോങ് റേഞ്ചിൽ നമുക്ക് മറ്റേ 42 kWh ബാറ്ററിയിൽ വരുമ്പോഴത്തേക്കും നമുക്കൊരു 390 ഓൾമോസ്റ്റ് കമ്പനി ക്ലെയിം ചെയ്യുന്നുണ്ട്. ബാറ്ററിയുടെ ഒരു വാറണ്ടിയിലൊക്കെ വന്നു കഴിഞ്ഞാൽ 8 വർഷമാണ് ബാറ്ററി വാറണ്ടി പ്രൊവൈഡ് ചെയ്യുന്നത്. അതുകൂടാതെ 1,60,000 കിലോമീറ്റർ. ഇത് രണ്ടിലെ ഏതാണെന്ന് വെച്ചാൽ ആ രീതിയിലാണ് കൊടുത്തേക്കുന്നത്. അത്യാവശ്യം നല്ലൊരു വാറണ്ടി ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു. 1,60,000 കിലോമീറ്റർ അത്രയും ഒരു സ്ട്രെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ടെസ്റ്റ് ഡ്രൈവ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ വെഹിക്കിൾ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ പോപ്പുലർ ഹുണ്ടായ് വൈറ്റ്ല ഷോറൂമിൻ്റെ കോൺടാക്ട് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ താങ്ക് യു സോ മച്ച്.